ഫ്ലാറ്റ് ഉടമകളിൽ നിന്നും കെ എം മാണി പണം വാങ്ങി, കോഴ വാങ്ങി. 5 കോടി രൂപയാണ് ഇത്തരത്തിൽ വാങ്ങിയത്. 10 കോടി രൂപ ആണ് വേണമെന്ന് ആവശ്യപ്പെട്ടത്. പ്രീ ബഡ്ജറ്റ് സമയത്താണ്, ബജറ്റിന് മുമ്പുള്ള സമയത്താണ് ഇത്തരത്തിൽ ആവശ്യപ്പെട്ടത്. ടാക്സ് വർദ്ധിപ്പിക്കും എന്ന ഭീഷണിയാണ് കെ എം മാണി മുഴക്കിയത്. അല്ലെങ്കിൽ 10 കോടി വേണം എന്നാണ് കെ എം മാണി ആവശ്യപ്പെട്ടത്. അതിൽ 5 കോടി രൂപ കൊടുത്തു. പോരാ, 10 കോടി വേണമെന്ന് കെ എം മാണി ആവശ്യപ്പെട്ടു. ഇതിൽ തൻ്റെ വിഹിതം ആവശ്യപ്പെട്ട് മറ്റ് ഫ്ലാറ്റ് ഉടമകൾ, പണം നൽകിയ ഫ്ലാറ്റ് ഉടമകൾ വിളിച്ചതിൻ്റെ ശബ്ദരേഖ തെളിവായി തൻ്റെ പക്കലുണ്ട്. അത് താമസിയാതെ വെളിപ്പെടുത്തും. ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് കെ എം മാണിക്കെതിരെ ബിജു രമേശ് വീണ്ടും നടത്തിയിരിക്കുന്നത്. ബാർക്കോഴ ആരോപണത്തിന് തൊട്ടു പിന്നാലെ ഫ്ലാറ്റ് ഉടമകളിൽ നിന്നും കോഴകൾ വാങ്ങിയിരുന്നു ധനമന്ത്രി കെ എം മാണി എന്ന വിവരങ്ങളാണ് പുറത്തെത്തുന്നത്. അതായത് ഇതിൻ്റെ വിവരങ്ങളുമായി സജേഷ്, ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. സജേഷ്, ഗുരുതരമായ ആരോപണങ്ങൾ കൂടി, പക്ഷെ തെളിവുകളുണ്ട്, അത് താമസിയാതെ വെളിപ്പെടുത്തും എന്നുകൂടി ബിജു രമേശ് പറഞ്ഞു നിർത്തി. തീർച്ചയായും ജിംഷാദ്, 2013-14 പ്രീ ബഡ്ജറ്റ് സമയത്താണ് കെ എം മാണി ഫ്ളാറ്റ് ഉടമകളിൽ നിന്നും പണം വാങ്ങിയത്. 10 കോടി രൂപ ആവശ്യപ്പെട്ടു. ഫ്ളാറ്റ് നിർമ്മാണത്തിനും ഫ്ളാറ്റുകൾ കൈമാറുന്നതിനുമുള്ള നികുതി തുക കൂട്ടും എന്ന് കാണിച്ചാണ് ഈ പണം ആവശ്യപ്പെട്ടത്. 5 കോടി രൂപ കൊടുത്തതിന് തെളിവുണ്ട്. അതിൽ ഫ്ളാറ്റ് നിർമ്മാതാക്കൾ പരസ്പരം സംസാരിക്കുന്നതിന്റെ CD രേഖകൾ കയ്യിലുണ്ടെന്നാണ് ബിജു രമേശ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഒരു പുതിയ ആരോപണം, 5 കോടി രൂപ അന്ന് നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഫ്ളാറ്റിന്റെ നികുതി പിന്നീട് കൂട്ടിയിട്ടുമില്ല. ഇക്കാര്യം വ്യക്തമാക്കുന്ന രേഖകൾ കയ്യിലുണ്ട്. CD തൽക്കാലം പുറത്തുവിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഇക്കാര്യത്തിൽ കെ എം മാണിക്കെതിരെ നടപടി ഉണ്ടായിരുന്നില്ലെങ്കിൽ ആ CD പുറത്തുവിടുന്നത് ഉൾപ്പെടെ ആലോചിക്കുമായിരുന്നു. നിലവിൽ ഈ CD പുറത്തുവിട്ടാൽ ഫ്ളാറ്റ് ഉടമകൾക്ക് അത് വലിയ തോതിൽ സർക്കാരിൽ നിന്ന് അവരോടുള്ള പ്രതികാര നടപടി, നിലവിൽ തന്നോടുള്ള പ്രതികാര നടപടിക്ക് സമാനമായ രീതിയിൽ അവരോടും പ്രതികാര നടപടി കാണിക്കുന്നതിനുള്ള ശ്രമമുണ്ടാകും. അതുകൊണ്ട് തൽക്കാലം CD പുറത്തുവിടുന്നില്ലെന്നാണ് ബിജു രമേശ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അജിംഷാദ്. ശരി, സജേഷാണ് വിവരങ്ങൾ നൽകിയത്.